നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് ചക്കയുടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ചക്കയൊക്കെ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നല്ല ചക്കയാണ് കേട്ടോ. ഇത് മഴക്കാലം ആയാലും അധികം വെള്ളം ഇറങ്ങാത്തൊരു ചക്കയായിരുന്നു. കുറേയൊക്കെ പഴുത്തത് കഴിച്ചു. പിന്നെ ബാക്കി ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഈ ചക്ക ചെറുതായിട്ട് ചക്കയുടെ ചുള അരിഞ്ഞിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ഇത് മിക്സിയിലൊക്കെ അരച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടൊരു രീതിയാണ്. അപ്പോൾ ചക്ക അടയൊക്കെ വേവാൻ എളുപ്പമായിരിക്കും. ആദ്യം നമ്മളിത് നന്നായിട്ട് വേവിച്ച് വരട്ടി വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷേ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് എളുപ്പമായി. ഇതിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് വേവാൻ. വെന്ത് നന്നായിട്ട് ഉടയണമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പനശർക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ആ ശർക്കരനായിരുന്നു. അപ്പോൾ അതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ ഞാൻ അതിലേക്കാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അരിപ്പൊടി കൂടി ചേർത്തിട്ടാണുള്ളത്. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് എന്നാൽ ചെറിയ ഗ്ലാസ്സാണ്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് അതൊന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. അല്ലാഞ്ഞാൽ ഈ ശർക്കര ഇതൊക്കെ എന്താ പറയുക കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കുക ചെയ്യാൻ. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ലേ, അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് പച്ച അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വേവാൻ കുറേ ടൈം എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടും. ഓൾറെഡി നമ്മൾ ചക്ക വെന്തതാണ്. അപ്പോൾ ഈ അരിമാവ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നതുകൊണ്ട് അതും വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. ഇത് കുറച്ചും കൂടെ പ്രൊസീജിയർ കൂടുതലാണ്. അപ്പോൾ ഈ ചക്ക വരട്ടിയതും കൂടെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള മാവിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. ആ മാവ് തന്നെ ഞാൻ ചൂടോടെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ ഇതിലേക്ക് ചക്കയും കൂടെ വരട്ടിയെടുത്ത് ചക്കയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. നന്നായിട്ട് തേങ്ങ ചെരുവതും കൂടെ ചേർത്ത് കൊടുക്കാം. തോനെ തേങ്ങ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതും നല്ല ജീരകം, ചെറിയ ജീരകം ചൂടാക്കി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പത്തിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുമ്പിൾ കുത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ എനിക്ക് വഴനയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വഴനയില കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ അതിൽ നിന്ന് തന്നെ ഉണ്ടാവും. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അപ്പം നല്ല മഴക്കാലം നല്ല മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേഗം കിട്ടിയ പ്ലാവിലെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ട അതിങ്ങനെ കുമ്പിൾ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കാം. എന്നിട്ട് ഈർക്കിളി കൊണ്ട് കുത്തിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ ചക്കയുടെ ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടെ നിറച്ച് കൊടുത്ത് നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം മതിയാവും. കാരണം ഓൾറെഡി ഇത് വെന്ത മാവായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. നല്ല ആവിയിൽ പുഴിഞ്ഞെടുക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. പഴയ നാടൻ പലഹാരമാണ്. ചക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വരിക്കച്ചക്കയിൽ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പഴഞ്ചക്കയും ഒക്കെ അങ്ങനെ വരട്ടി വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ചക്ക ഉള്ള കാലത്തല്ലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വരട്ടിയെടുത്ത് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ കുമ്പിളപ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചക്ക ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ. പിന്നെ ഗൾഫിലൊക്കെ കൊണ്ടുവന്ന ആളുകളൊക്കെ ഇത് ഒരുപാട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.